എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് എന്നതിന് അപ്പുറമായിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകളെക്കാൾ കൂടുതൽ വോട്ടുകൾ ഭൂരിപക്ഷമായി ലഭിച്ചു എന്നുള്ളത് ഇനി അത് ഒരിക്കലും ഇനി ചരിത്രത്തിൽ നടക്കാൻ പറ്റുമെന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നു അന്ന് വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അന്ന് രാത്രി നമ്മൾ കണ്ടതാണ്. അന്ന് ചെറിയൊരു ആശങ്ക ഹൈബിക്ക് ഭൂരിപക്ഷം താഴുമോ എന്നുണ്ടായിരുന്നു. എന്താണ് പിന്നെ സംഭവിച്ചത്? പിന്നെ കുറേ ചാനലുകാർ അവരുടെ എല്ലാം സർവേ ഫലങ്ങളും എക്സിറ്റ് പോളുകളിലുമെല്ലാം ഒരു ചെറിയ ഭൂരിപക്ഷമാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ച് ഒരു ഏറ്റവും നല്ല പെർഫോമൻസ് പരീക്ഷയിൽ കാഴ്ചവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വെറും ഒരു ജയമല്ല, ഒരു നല്ല വിജയം നേടുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ച. പക്ഷേ ഇതുപോലെ 2.5 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം എത്തും. കാരണം എറണാകുളത്തിന് അത്രയും അധികം വോട്ടർമാരുള്ള ഒരു സ്ഥലവും കൂടിയല്ല. അപ്പോൾ അങ്ങനെ കിട്ടിയതിൽ എറണാകുളത്തെ ജനങ്ങളോടാണ് ആദ്യമായി നന്ദി പറയുന്നത്. പിന്നെ എല്ലാ ആളുകളുടെയും വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതും മറ്റൊരു സന്തോഷത്തിനിടയാക്കുന്ന കാര്യമാണ്. അതുപോലെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം നൽകുന്നത് വലിയ പ്രതീക്ഷ ആളുകളിൽ ഉള്ളതുകൊണ്ടിട്ടാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് കിട്ടി എന്ന് പറയുമ്പോൾ ഹൈബി ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഏത് വിഭാഗങ്ങളിൽ നിന്നൊക്കെ വോട്ട് ചോർച്ച സംഭവിച്ച് ഇപ്പുറത്തേക്ക് വന്നു? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും CPIMൻ്റെ വോട്ടില്ലാതെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന, അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അത് വ്യക്തിപരമായി നമ്മളോട് എല്ലാവരോടും അവർ പല CPM ഫാമിലീസിലുള്ള ആളുകൾ വോട്ട് ചെയ്തത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവരെ വ്യക്തിപരമായി പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ അവർ സ്വീകരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു നിലപാടാണ്. അത് തീർച്ചയായിട്ടും വോട്ടുകളായി മാറി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഹൈബി വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോഴും ഇപ്പോൾ മുരളീധരൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു എന്നുള്ള നിരാശ കലർന്നൊരു പ്രസ്താവന വന്നിരിക്കുന്നു. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരണം? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും ഇപ്പോൾ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളതും പാർട്ടി നേതൃത്വം എന്താണ് പറയാനുള്ളതെന്നും പറയട്ടെ. അതിനുശേഷം അത്തരം വിഷയങ്ങളിലേക്ക് കിടക്കാം. NDA അക്കൗണ്ട് തുറന്നതിനെക്കുറിച്ച് ഹൈബി തന്നെയാണ് ഇന്നലെ ആദ്യം പ്രതികരിച്ചതും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഒരു ഡീല് നടന്നു എന്നുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ച് ഒരുപാട് കേസുകളും അഴിമതി ആരോപണങ്ങളും നേരിടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും അവരെല്ലാം BJP ആയിട്ട് നടത്തിയ ഒരു വളരെ അത് ഇനി ഒരു അന്തർധാര എന്നൊന്നും പറയേണ്ട കാര്യമില്ല, വളരെ തുറന്നു നടക്കുന്ന ചില നീക്കങ്ങളാണ്. ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ തൃശ്ശൂർ നൽകിയെന്നേ ഞങ്ങൾ കരുതുന്നുള്ളൂ. അത് വോട്ട് പരിശോധിച്ചാലും അതറിയാൻ സാധിക്കും. അതിൽ ഒരു ആശങ്കയും വേണ്ട. അത് CPM BJP ബന്ധത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്. ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ച ഒന്നല്ല. CPM ചിലയിടങ്ങളിൽ ജയിക്കുമ്പോഴും ഒരിക്കലും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സീറ്റ് നേടി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിൽ ഒരു കളങ്കമായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇത് വ്യക്തിപരമായ ഒരു വോട്ടാണ് അവിടെ സുരേഷ് ഗോപി സമാഹരിച്ചതെന്ന്. വ്യക്തിപരമായ വോട്ട് സമാഹരിച്ചതിനപ്പുറം ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെട്ടു എന്നും കരുതുന്നുണ്ട്. ഒരു പാർലമെൻറ്റിൽ വ്യക്തിപരമായ വോട്ടുകൾക്ക് കൊണ്ട് മാത്രം വിജയിക്കാൻ സാധിക്കില്ല. BJPയുടെ വോട്ടുകൾ കൃത്യമായി ശേഖരിച്ചാലും വ്യക്തിപരമായ വോട്ട് കൊണ്ടും വിജയിക്കാൻ സാധിക്കില്ല. വ്യക്തിപരമായ വോട്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ പോലെ മലയാള സിനിമയിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം 2-3 വട്ടം മത്സരിച്ചു. അപ്പോൾ അതിനെല്ലാം കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങളും ഫാക്ടേഴ്സും അദ്ദേഹത്തിന് തുണയായിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും അത് മാത്രം വിജയത്തിൻ്റെ കാരണമായിട്ട് ഞാൻ കാണുന്നില്ല.